ഹായ് ഹലോ വെൽക്കം ടു സാബുവിൻ്റെ പിള്ളേർ. ഇന്നാണെങ്കിൽ ഒരു ചലഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ട്രൂത്ത് ഓർ ലൈ. അത് ചെയ്യാനായിട്ട് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. നമ്മളോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞ് കമൻറ്റിലൂടെ അറിയിച്ച് അല്ലാതെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയും ചെയ്ത് നിങ്ങൾ ആ ചലഞ്ച് ഒന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യാം. പക്ഷെ നമുക്കാണെങ്കിൽ നടുക്ക് വയ്ക്കാനായിട്ടൊരു സാധനമില്ല, വലിയൊരു സാധനം. അപ്പം ഈ ഒരു സാധനം വെച്ചേക്കുന്നത് എന്തായാലും നമുക്ക് അപ്പുറത്തിരിക്കാതെ കാണാൻ പറ്റും. അപ്പം നമ്മൾ കണ്ണും കൂടെ കെട്ടിയാണ് കളിക്കുന്നത്. അതായത് ആരാണ് സാധനം എടുത്ത് പറയുന്നത് അതെന്തുവാന്ന് പറയേണ്ട ആളാണ് കണ്ണ് കെട്ടേണ്ടത്. അപ്പൊ നമുക്ക് ഗെയിമിലോട്ട് കിടക്കാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ ആദ്യത്തെ പ്രൊഡക്റ്റ് എടുക്കാം. അതിപ്പോ എങ്ങനെയാ, ആരാ എടുക്കുന്നത് ഫസ്റ്റ്? അമ്മയാണോ? അമ്മ എടുക്കുവാണോ? അപ്പൊ ഞാൻ കണ്ണ് കെട്ടും. കള്ളക്കളി കാണിക്കരുത് കേട്ടോ. കെട്ടിത്ത കെട്ടണോ? ഓക്കെ, എത്തേക്കട്ടെ. അത് എന്തോ പ്രൊഡക്റ്റ് എന്ന് അവരോട് പറയണം. ഇതൊരു പ്ലേറ്റാണ്. ഓക്കെ, പ്ലേറ്റ് സ്റ്റീൽ പ്ലേറ്റ് ആണോ പ്ലാസ്റ്റിക്കിന്റെ ആണോ? പ്ലാസ്റ്റിക്. ഒന്ന് കൊട്ടിക്കേ. ഒന്ന് തറയിലോട്ട് ഇങ്ങനെ ഇങ്ങനെ ഇച്ചിരി ഉയരത്തിൽ നിന്ന് ഇട്ടേ. ഒന്നോട്ടിട്ടേ. അതൊന്ന് ഇങ്ങനെ ഇങ്ങനെ കമത്തിക്ക്. ഇങ്ങനെ ഇങ്ങനെ കമത്തി കമത്തി. ഓക്കെ, അതൊന്ന് എനിക്ക് തോന്നുന്നത് ലൈ ആണ്. അത് പ്ലേറ്റിന്റെ സൗണ്ട് തൊട്ട് എനിക്ക് തോന്നുന്നില്ല, എന്തോ ചെടിച്ചട്ടിയുടെ അതാന്ന് തോന്നുന്നു. എന്താ നമുക്ക് നോക്കാം. നമുക്കൊരു പോയിട്ട് കിട്ടിയിരിക്കുന്നു. ഇത് മാറ്റണ്ട. മാറ്റി. അടുത്തത് ഞാൻ കണ്ണാടി ഊരണോ? എങ്ങനെയാ? കണ്ണാടിയുടെ മണ്ടയിൽ കൂടെ കിട്ടുമോ? സ്വന്തമായിട്ടാണ് കിട്ടുന്നത്. അപ്പൊ ഞാൻ എനിക്ക് പ്രൊഡക്റ്റ് എടുക്കാം. കട്ട് ഊരിപ്പോയി. കിട്ടിയോ? ഓക്കെ. ആ, എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ടൂത്ത് ബ്രഷ് ആണ്, പല്ലേക്കുന്ന ബ്രഷ്. അതൊന്ന് ആ ബ്രഷിന്റെ അതിലൊന്ന് ഇങ്ങനെ പറഞ്ഞേ. തറയിട്ടെ ഇട്, പൊക്കിയിട. ഒന്നുമില്ല, അത് ലൈയാണ്. പിന്നെന്തുവാ? ബ്രഷല്ല, അത് വേറെ എന്തോ വെച്ച് വെയിറ്റ് ഉള്ള സാധനമാണ്. വിവരിക്കാം. നമ്മുടെ കയ്യിലിരുന്നത് പെടി കഴിയുന്ന ഒരു ബ്രഷാണ് ഇരുന്നത്. അപ്പൊ അമ്മയ്ക്ക് ഒരു പോയിന്റ്. ഞാൻ പല്ല് തേക്കുന്ന ബ്രഷാണ്. പല്ല് തേക്കുന്ന ബ്രഷാണ് ഞാൻ പറഞ്ഞ്, അതല്ലെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് മാർക്ക് കിട്ടി. ഇനി അടുത്ത് അമ്മ എടുക്കട്ടെ. എടുക്കട്ടെ. എടുത്തോ? എന്തുവാന്ന് പറ. ഇതൊരു പേനയാണ്. ഓക്കെ, പേനയാണെങ്കിൽ അത് കൊട്ടിക്ക്. ഒന്നൂടെ
അതിന്റെ ക്യാപ്പ് ഒന്ന് ഒരിക്കേ ഇട്ടേ, ഒന്നിവിടെ ഇട്ടേ, ഒന്ന് എഴുതിക്കേ, ഇച്ചിരി ഉയരത്തിൽ ഇട്ടേ, ഒന്നവിടെ. അത് പേനയല്ല, ഇത്രയും കട്ടിയുണ്ടോ പേനയ്ക്ക്? ലൈ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം. അപ്പൊ എനിക്ക് 2 പോയിന്റ് കിട്ടിയിരിക്കുന്നു. ക്രീമൊക്കെ എടുത്തോണ്ട് വന്നിരിക്കാം, എടുത്ത് പറ്റിക്കാം. വെയിറ്റ് ഉള്ള സാധനമല്ലേ വീഴുന്നതായിട്ട്, പേനയ്ക്ക് അത്ര വെയിറ്റ് ഇല്ലല്ലോ. അപ്പൊ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് എടുക്കാം. ഓക്കെ, എന്റെ കയ്യിലിരിക്കുന്നത് ഒരു പേനയാണ്. പേനയുടെ പേനയുടെ ക്യാപ്പ് ഉറക്കാനോ? ഒന്ന് തട്ടിയ ഇങ്ങനെ പൊക്കിയിട്ട ഉരുട്ടിയ പേനയാണ്. ഉറപ്പിച്ചോ? എന്നാ കണ്ടാർന്നോ? കാരണം ഇത് പേനയുടെ ക്യാപ്പിന്റെ വിട്ടതായിരിക്കും സൗണ്ട്. ഇത് ഊരുമ്പോ അങ്ങനെ ഇരിക്കുകയാണ്. ഓക്കേ, ഞാൻ അടുത്ത പ്രൊഡക്റ്റ് അമ്മ എടുക്കുവാണ്. എടുത്തോ? എന്തുവാന്ന് പറയൂ. ഇതൊരു ബ്രഷാണ്, പല്ലേക്കനെയാ? ഓക്കെ, അതൊന്ന് കൊട്ടിക്കേ. ആ ബ്രഷിന്റെ ആ സാധനത്തിന്റെ അരച്ചേ ഒന്നുകൂടി. ബ്രഷിന്റെ അതിലല്ല പല്ലേക്കതാ. ഇത് ബ്രഷ് അല്ല, അതിന്റെ സൗണ്ട് ആയിട്ടല്ല എനിക്ക് തോന്നിയത്. ഇത് ലൈ ആണ്. നോക്കട്ടെ എന്താ ബ്രഷിന്റെ ആ സാധനത്തിന് ഇതാണോ സൗണ്ട്? ഇങ്ങനെയാണോ? ഇതിന്റെ സൗണ്ട് കേട്ടോ, ഇങ്ങനെ. ഓക്കെ, അടുത്ത പ്രൊഡക്റ്റ് നമുക്ക് എടുക്കാം. എന്റെ ഇപ്പം 3ാമത്തെ റൗണ്ട് അല്ലേ? അമ്മയുടെ 3 കഴിഞ്ഞല്ലേ? എന്റെ 3ാമത്തെ പ്രൊഡക്റ്റ് ആണ്. എന്റെ കയ്യിലിരിക്കുന്നത് ഒരു ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക്കോ? ഒന്ന് കൊട്ടിയ, ഒന്ന് ഉരുട്ടിയ. പൊക്കിട്ടെ. പൊട്ടും ഇത് അത്ര പൊക്കുന്നില്ല, എന്നാലും അത് ലിപ്സ്റ്റിക് അല്ല. പിന്നെന്തുവാ? അതെന്താ നെയിൽ പോളിഷോ ഉണ്ടാക്കാം അങ്ങനെ. ഓക്കെ, കണ്ണുറക്ക്. സ്പ്രേ. യെസ്, അമ്മയ്ക്ക് അപ്പൊ അങ്ങനെ 1 പോയിന്റ് കൂടെ ആയപ്പോ 2 പോയിന്റ് അമ്മ കിട്ടി. ഓക്കെ ഓക്കെ ഓക്കെ. ആ, പോയിന്റ് എഴുതി കാണിക്കുന്നതാണ്. നമ്മൾ ഏതോ ഒരു ഗെയിം ചെയ്തപ്പോ പോയിന്റ് എഴുതി കാണിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ചെയ്യുന്നതാണ്. ആ, 4ാമത്തെ അല്ലേ? ആ, അമ്മയുടെ 4ാമത്തെ പ്രൊഡക്റ്റ്.
എന്താണെന്ന് പറയൂ. ഇതൊരു സോപ്പാണ്. സോപ്പാണ്. ഏത് സോപ്പാണ്? മറ്റേ ക്യൂട്ടി. ക്യൂട്ടിയുടെ കവറാണ് ഇട്ടുണ്ടോ അതോ സോപ്പ് മാത്രമേ ഉള്ളോ? കവറില്ല, സോപ്പ് മാത്രമേ ഉള്ളൂ. അതൊന്ന് കൊട്ടിക്കേ. കേട്ടില്ല? അതിട്ടേ. ഞാൻ കേട്ടില്ല. ഒന്നുകൂടെ ഇട്ടേ. അതൊന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കിയ ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇങ്ങനെ. അതെനിക്ക് ലൈ ആയിട്ടാണ് തോന്നുന്നത്. തുറന്നാക്കട്ടെ. ചെരുപ്പൊക്കെ എടുത്ത് കേട്ടു. ഓക്കെ, അങ്ങനെ ആ പോയിന്റോടെ എനിക്കത് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ എനിക്ക് എത്രയായി? അല്ല 5 പോയിന്റായി. 4 നേരത്തെ. നമുക്ക് നോക്കാം, വീഡിയോ നോക്കാം. അപ്പൊ പോയിന്റ് എഴുതി കാണിക്കാം. അടുത്ത എന്റെ 4ാമത്തെ പ്രൊഡക്റ്റ് എടുക്കുവാണ്. എല്ലാത്തിനും തോക്കുവാണല്ലോ. കണ്ടുപിടിക്കേ. എന്റെ കയ്യിലിരിക്കുന്നത് ഒരു ക്ലിപ്പാണ്. പൊക്കിയിട ഒന്നുകൂടെ പൊക്കിയിട. ഒന്ന് ഇങ്ങനെ പറണ്ടി അതിൻ്റെ ക്ലിപ്പിൻ്റെ ഇങ്ങനെ ഒന്ന് തുറന്നേ. എങ്ങനെ തുറക്കാൻ? തലമുടി കിട്ടുന്ന ക്ലിപ്പാണോ? മറ്റേ പക്കി ക്ലിപ്പാ. മറ്റേ ക്ലിപ്പല്ല, അമ്മ വയ്ക്കുന്ന കൊടുത്തല്ല, അല്ലാതെ ഞാനൊക്കെ യൂസ് ചെയ്യുന്ന കൊടുത്തല്ല. അതിൻ്റെ ഇവിടെ ഒന്ന് ഉരച്ച് ക്ലിപ്പാ. ഉറപ്പിച്ചോ? എന്നാ കണ്ണാർക്ക്. കറക്റ്റാണ്. അപ്പൊ അമ്മയ്ക്ക് ഒരു പോയിന്റ് കൂടെ കിട്ടിയിരിക്കുന്നു. അമ്മയ്ക്ക് 3 പോയിന്റ് ആയിരിക്കുന്നത്. ഇതാണ് അമ്മ പറഞ്ഞു അമ്മയ്ക്കൊന്നും കിട്ടുന്നില്ലെന്ന്. ഇനി 5ാമത്തെ പ്രൊഡക്റ്റ്. ഇനി 5ാമത്തെ അമ്മയുടെ പ്രൊഡക്റ്റ്. ഓക്കെ, എടുക്കട്ടെ. എടുത്തോ? എന്തുവാണ് ഇത്? ഒരു ക്ലിപ്പാണ്. ക്ലിപ്പ് മീൻസ് അമ്മ വയ്ക്കുന്ന തൊട്ട് ഉള്ള ക്ലിപ്പാണോ അതോ പക്കി ക്ലിപ്പാണോ? എന്തുവാ? പക്കി ക്ലിപ്പോ? അതായത് ഞാൻ ഇപ്പൊ കാണിച്ച രീതിക്കുള്ളതാണോ? ഓക്കെ, ഒന്ന് ഇട്ടേ. എന്നിട്ടിട്ടെ അത് കൊട്ടിക്ക്. ആ ക്ലിപ്പിന്റെ ആ ഇത് ഇവിടെ ഇങ്ങനെ പിടിച്ച് സൗണ്ട് ആക്കത്തില്ല. അതൊന്ന് ആക്കിക്കേ. കേക്കുന്നില്ല? ഇത് ക്ലിപ്പല്ല, ലൈ ആണ്. തുറക്കട്ടെ. ഇതെന്തൊരു ക്ലിപ്പാ? ഇത് തുണി ഇടുന്ന ക്ലിപ്പാ. ഞാൻ ചോദിച്ചത് തലേ വെക്കുന്ന നല്ല ചോദിച്ചത്. ഓക്കേ, കറക്റ്റാണ്. ഓക്കേ. അമ്മയ്ക്കൊക്കെ 4 പോയിന്റ് കിട്ടിയിരിക്കുന്നു. ഞാൻ തലേ വെക്കുന്നതാണെന്ന് ചോദിക്കാം. ഓക്കെ, ഇനി എന്റെ നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ആണ് എന്റെ. കണ്ണിട്ടെ. കെട്ടിയോ? എന്റെ കയ്യിലിരിക്കുന്നത് ഇതാണ്. എന്താണെന്ന് പറഞ്ഞ പൊടിയൊക്കെ തട്ടിക്കളയുന്ന ചെറിയൊരു സാധനം. പൊടി തട്ടിയ പൊക്കി തറയട്ടെ. ഒന്ന് ഉരുട്ടിയോ? അത് തന്നെ ആണോ? ഉറപ്പിച്ചോ? അമ്മയ്ക്ക് പോയി കിട്ടിയപ്പോ എനിക്ക് തോന്നുന്നത് ടൈ ആണ് ഗെയിം. ഓക്കെ,
അപ്പോൾ വേറെ എന്തെങ്കിലും ചലഞ്ച് നമ്മൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ ഇതിലിപ്പോ ആരാ ജയിച്ചേ? ഇതെനിക്ക് തോന്നുന്നു ടൈ ആണ്. ഞാൻ അത് നോക്കിയിട്ട് പോയിന്റ് ഇടുമ്പോഴേക്കും എനിക്ക് അറിയത്തുള്ളൂ. അപ്പൊ ഇനി വേറെ മറ്റ് ചലഞ്ചസ് നമ്മൾ ചെയ്യണമെങ്കിൽ നിങ്ങളത് കമന്റിലൂടെ അറിയിക്കുക. ചില കമന്റ്സ് ഒക്കെ ഇടുന്നുണ്ട് ഓരോ ഗെയിം, അതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എന്തൊക്കെയാണെന്ന്. അതുകൊണ്ട് അത് ചെയ്യാത്തത്. മനസ്സിലാവുന്നതൊക്കെ ഇട്ടോളൂ, ചെയ്യാം. പിന്നെന്താ, ഈ ഗെയിം എങ്ങനെയുണ്ട് എന്നൊക്കെ കമന്റ് ഇടുക. മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.